കൃത്യമായിട്ട് പറഞ്ഞു, മഹാത്മാക്കളെ വിളിക്കുന്ന പരിപാടി നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. മടവൂർ ശൈഖെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിക്കുന്നു, പലരെയും നിങ്ങൾ വിളിച്ചു തേടുന്നു. അപ്പൊ നമ്മളത് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താണ് നിങ്ങളൊക്കെ കേട്ടിരിക്കും, ഞാൻ ആവർത്തിക്കുന്നില്ല. മടവൂർ ശൈഖെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മടവൂർ ശൈഖ് രോഗം ശിഫയാക്കുന്ന ആളാണെന്നല്ല, അള്ളാഹിനോട് ദ്വാർക്കണേനാണ്. ദ്വാർക്കാൻ പറയണേ ഞങ്ങള്. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചു, നിങ്ങളുടെ ആദർശം മാറിയോ? എത്തിയപ്പോ മാറിയോ? അവരോട് മരിച്ചുപോയ മടവൂർ ശൈഖിനോട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാലും അതും ശിർക്ക് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ. അപ്പൊ മുസ്ലിയാർ കളമൊന്ന് മാറിച്ചവെട്ടി. എന്നിട്ട് മൂപ്പരെന്ത് പറഞ്ഞു? കണ്ടോ, മൗലവി ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്താണ്? മഹാന്മാരോട് ദുആ ഇരക്കണേ എന്ന് പറയുന്നതും ശിർക്കാണ് പോൽ. ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്തൊരു മഹാത്മാവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഒരു മഹാത്മാവിനോട് വസിയത്ത് പറയുന്നത് പോലും ശിർക്കെന്നാണ് ഇവന്മാരുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം പേരോട് നടത്തി. ആ ഘട്ടത്തിൽ അയാളുടെ ആ വാദം തന്നെ ഇട്ടുകൊണ്ട് നമ്മളത് കേൾപ്പിച്ചു എന്ന് മാത്രമല്ല അതിനും മറുപടിയും അങ്ങ് കൊടുത്തു. അത് ഞങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞതാണ്, അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി അയാളുടെ വാദവും നമ്മൾ അതിന് കൊടുത്ത മറുപടിയും ഒന്ന് കേട്ടോളൂ. നിങ്ങൾ CM-നെ വിളിച്ചുകൊണ്ട് മറവുകളെല്ലാം നീട്ടി ശിഫ തരുവീരേ എന്ന് നിങ്ങൾ വിളിച്ചു തേടുമ്പോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നതാണ് CM മടവൂരിനോട് നിങ്ങൾ പറയുന്നതെങ്കിലും അതും തെറ്റ് തന്നെയാ, അതും ശിർക്ക് തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. അത് മരണപ്പെട്ടു പോയ ഇയാളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് മലയാളം അറിയാവുന്ന സർവ്വ ശ്രോതാക്കളും കേട്ടതല്ലേ. എന്നിട്ട് എന്റെ വിവരണത്തിലെ ആ സന്ദർഭം ഇങ്ങ് മുറിച്ചെടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെന്നല്ലേ? പേരോട് പറയുകയാണ്, മൗലവി നിങ്ങളിപ്പോ എവിടെ എത്തി? ഏതാ നിങ്ങളുടെ മതം? മഹാത്മാക്കളോട് പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെടുന്നത് പോലും ശിർക്കല്ലേ എന്നല്ലേ മൗലവി നിങ്ങളുടെ വാദം? ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ അട്ടിമറി. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് പോയിട്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് സുഖമില്ല, നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഒരു നബിയോടോ ഒരു സാലിഹിനോടോ ഒരു വലിയനോടോ നമ്മൾ അങ്ങനെ പോയി ജീവിതകാലത്ത് അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് ഞാൻ ശിർക്കെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് പേരോട് ചെയ്തത്. എന്റെ വിവരണം നടന്നത് മരണപ്പെട്ടു പോയ CM മടവൂരിനോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോടും അജ്മീരിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയോടുമൊക്കെ വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിവരണത്തിന്റെ ആ ഭാഗങ്ങളൊന്നും കേൾപ്പിക്കാതെ നടുക്ക് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സ്ഥിരം അട്ടിമറിയുടെ ഈ ശ്രമം എന്റെ ശ്രോതാക്കളൊന്ന് കൃത്യമായി പേരോടിലൂടെ തന്നെ കേട്ടോളൂ. അട്ടിമറി നിങ്ങൾക്ക് അപ്പബോധ്യമാകും. മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും അത് ശിർക്കാണെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? മൗലവി അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഇസ്ലാം ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മഹാന്മാരോട് പോയിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് അത് ശിർക്കെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മഹത്തുക്കളോട് ഒരു മഹാത്മാവിനോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്നാവശ്യപ്പെടുന്നത് ശിർക്കാണെന്ന് ഞാനിവിടെ പറഞ്ഞതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഞാൻ ഹുസൈൻ മൗലവിയെ പറ്റി പറഞ്ഞത് ശരിയായി പോയോ അതോ ഞാൻ പറഞ്ഞത് കളവായില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ പ്രസംഗമാണിത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചതാണ്, മിണ്ടിയിട്ടില്ല ഇവിടുന്ന്. എങ്കിലത് സ്ഥാപിക്കണ്ടേ? എന്റെ പേരിൽ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്ഥാപിക്കേണ്ട ബാധ്യത അത് പറഞ്ഞയാൾക്കുണ്ട്. അയാൾ അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. ആ വിഷയം കഴിഞ്ഞോ? അങ്ങനെ കഴിയണ്ട. അടുത്ത പ്രസംഗത്തിൽ പറയണം നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ എവിടെ പറഞ്ഞു.
ഞാൻ എവിടെ പറഞ്ഞു? എന്ത്? മഹാത്മാക്കളോട് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പോയിട്ട് നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണേന്ന് ആവശ്യപ്പെടുന്നതും ശിർക്ക് തന്നെയാണ് എന്നെവിടെ പറഞ്ഞു? അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇനി ഒരങ്ങേറ്റത്തെ വിനയം ഇനി എന്താ വേണ്ടത്? ഓരോ രൂപത്തിലും അവർ ഓരോ കാലഘട്ടത്തിൽ ഓരോ പാട്ടുകൾ ഇറക്കുമ്പോ, ഓരോ സീഡികൾ ഇറക്കുമ്പോ പല രൂപത്തിൽ പലരെയും വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത്. എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് അതാ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു. ആരെയാണ് വിളിച്ചു തേടുന്നത്? തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിയെ,